നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് തിങ്കളാഴ്ച വന്നിട്ട് ശിവഭഗവാന് ഉകந்த നാളെന്ന് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു മണിമന്ത്രയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. ഇനി 2 ദിവസം മാത്രമേ സമയമുള്ളൂ. വരുന്ന വളർപ്പിറ പഞ്ചമി 20-ാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെ മെയ് 19-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9 മണി വരെയാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വീഡിയോസ് 2 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതുതാണ്, നിങ്ങൾക്കും ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. അങ്ങനെ ചേരണം എന്നുള്ളവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയച്ചോളുക. എന്താ നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഈ പഞ്ചമി തിഥിയിൽ ചെയ്യുന്നത് അടുത്ത പഞ്ചമിക്കുള്ളില് നടന്നു കിട്ടും എന്നത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. സോ പഞ്ചമി തിഥി ആരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. വന്നോളൂ. ഇന്നത്തെ പതിവില് ശിവഭഗവാന്റെ ഒരു ശക്തിയുള്ള മണിമന്ത്രയാണ് പറയുന്നത്. ഇത് വന്നിട്ട് 24 മണി നേരം കൊണ്ട്, അതായത് 24 hours നമ്മുടെ കാര്യത്തിന് ഒരു സൊല്യൂഷൻ കിട്ടും. ഭഗവാൻ നമുക്കതിന് ഒരു സൊല്യൂഷൻ തരും എന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടിരുന്നാലും അതിനൊരു വഴി തുറന്നു കിട്ടും. പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം, ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാകും. ഇതാണ് മന്ത്രം നോട്ട് ചെയ്ത് വെച്ചോളൂ. കുറഞ്ഞത് 108 തവണയാണ് മന്ത്രം ചൊല്ലേണ്ടത്. കൂടിയത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് എത്ര സമയം ചൊല്ലാൻ പറ്റുമോ അത്രയും സമയം ചൊല്ലിക്കോളുക. ഒന്നും പ്രശ്നമില്ല. ഓം ഹ്രീം നമഃ ശിവായ ധനം മേ ദേഹി ദേഹി. 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 ഇതാണ് ആ മന്ത്രം. ഇനി മന്ത്രം ചൊല്ലാൻ കെട്ടുപാടുകളുണ്ട്. പീരീഡ്സ് ടൈമിലോ പുലവാലായ്മയുള്ളപ്പോഴോ, അത് മാത്രമല്ല നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ഇത് ചൊല്ലാനേ പാടില്ല. ചൊല്ലേണ്ട ടൈം എന്ന് വെച്ചാല് നിങ്ങൾക്ക് എപ്പോ ടൈം കിട്ടുന്നുവോ ആ ടൈമിക്ക് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ദാറ്റ് മീൻസ് ഇത് വന്നിട്ട് രാത്രി ആയാലും പ്രശ്നമില്ല, രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും എപ്പോ ആയാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. അത് എഴുതുകയും ആവാം. ശരിയാ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ് സൈഡിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.